ലക്ഷദ്വീപിലെ സ്കൂളുകളിൽ ഭാഷാ പരിഷ്കരണ ഉത്തരവ് നടപ്പാക്കുന്നത് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. NSUA ലക്ഷദ്വീപ് അധ്യക്ഷന്റെ ഹർജിയിലാണ് നടപടി. ഹർജി തിങ്കളാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. മുജ്തബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജ്തബ, വിശദാംശം. ലക്ഷദ്വീപിലെ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും തെരഞ്ഞെടുത്ത് പഠിക്കുന്ന അറബി ഭാഷ, അതോടൊപ്പം തന്നെ മിനിക്കോയ് ദ്വീപിൽ പഠിപ്പിക്കുന്ന മഹൽ ഭാഷ, ഈ രണ്ട് ഭാഷകളെയും പുറന്തള്ളി സ്കൂളുകളിൽ കേന്ദ്ര സർക്കാരിന്റെ ത്രിഭാഷാ പദ്ധതി നടപ്പാക്കാനാണ് കഴിഞ്ഞ ദിവസം അഡ്മിനിസ്ട്രേഷൻ ഒരു ഉത്തരവിട്ടത്. പുതിയ അധ്യയന വർഷം ദ്വീപിൽ കേരള സിലബസ് ആയാലും CBSE സിലബസ് ആയാലും പിന്തുടരുന്ന സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നിർദ്ദേശിക്കുന്ന ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കാനായിരുന്നു ലക്ഷദ്വീപ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. ഇത് പ്രകാരം കേരള സിലബസിലും CBSE സിലബസിലും മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകൾ മാത്രമായിരിക്കും പഠിപ്പിക്കുക. ഏതായാലും ഇന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. NSU ദേശീയ ലക്ഷദ്വീപ് അധ്യക്ഷന്റെ ഹർജി പരിഗണിക്കവേ ഇന്ന് താൽക്കാലികമായി അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് അത് തടഞ്ഞിട്ടുണ്ട്. ആ തടഞ്ഞത് പ്രകാരം ഇനി 9-ാം തീയതി വീണ്ടും ഈ ഹർജി പരിഗണിക്കുന്നു. അന്ന് ഇത് സംബന്ധിച്ച് വിശദമായ വാദം കേൾക്കും. പക്ഷെ തൽക്കാലത്തേക്ക് അത് നടപ്പിലാക്കുന്നതിന് ഹൈക്കോടതി അത് താൽക്കാലികമായി നീട്ടിവെച്ചിട്ടുണ്ട്. ഉടൻ നടപ്പാക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 9-ാം തീയതി സ്കൂളുകൾ തുറക്കുകയാണ്. അന്ന് അത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം എന്ന് സെൻട്രൽ ഗവൺമെന്റ് കൗൺസിൽ അറിയിക്കുകയും ചെയ്തു. തൽക്കാലം ജൂലൈ 1 മുതലാണ് ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും അവിടുത്തെ കേന്ദ്രത്തിന്റെ പ്രതിനിധി കോടതി അറിയിക്കുകയും ചെയ്തു. ഇത് പ്രകാരം ഇപ്പോൾ താൽക്കാലികമായി ഇത് നടപ്പിലാക്കേണ്ടതില്ല. പകരം 9-ന് ഈ വിഷയത്തിൽ വിശദമായ വാദം കേട്ട ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. അതുവരെ ഈ പദ്ധതി തൽക്കാലത്തിലേക്ക് നടപ്പിലാക്കുന്നത് നിർത്തിവെക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അജി.